ഗോഡ്സ് ഓൺ കൺട്രി കേൾക്കുമ്പോൾ തന്നെ എന്ത് രസമല്ലേ? അത് ഒരു പരിധിവരെ ശരിയാണ്. കാരണം നമ്മുടെ നാട്ടിലുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള ആ ഒരു സ്ഥലങ്ങളും പച്ചപ്പും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഗോഡ്സ് ഓൺ കൺട്രി എന്ന രീതിയിൽ ശരിയാണ്. പക്ഷെ നമ്മുടെ സ്റ്റേറ്റിലെ കോണത്തിലെ നിയമങ്ങളും പിന്നെ നമ്മുടെ ആൾക്കാർ പ്രത്യേകിച്ച് പറയണ്ടല്ല, നാട്ടിലുള്ള എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നില്ല, ഭൂരിഭാഗം വരുന്ന ആൾക്കാരെ സ്വഭാവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഡെവിൾസ് ഓൺ കൺട്രി എന്നൊരു പേര് കൂടി നിസ്സംശയം വിളിക്കാവുന്നതാണ്. അങ്ങനെ ഒരു വശം കൂടി നമ്മുടെ കേരളത്തിനുണ്ട്. കാരണം ഇത് പറയാൻ ഇപ്പോൾ അടുത്തൊരു റീസൺ കൂടി ഉണ്ടായി. കാരണം ബൂം ബാങ് എന്നൊരു ഫിഷിംഗ് അങ്ങനെ എന്റർടൈൻമെന്റ് ഒക്കെ ചെയ്യുന്ന ഒരു ചാനൽ, അവര് ഓസ്ട്രേലിയയിലാണ് ആ പുള്ളി സ്റ്റേ ചെയ്യുന്നത്. അവിടെ ഹണ്ടിങ്ങും അതേപോലെ തന്നെ ഫിഷിംഗ് ഒക്കെ നമ്മുടെ നാടിനേക്കാൾ അടിപൊളിയായി ഫുൾ ഫ്രീഡത്തോടെ ചെയ്യുന്ന ഒരു വ്യക്തി ജനിച്ചു വളർന്ന നാട്ടിൽ വന്നപ്പോഴുള്ള ഒരു അവസ്ഥ വെച്ചുകൊണ്ടാണ് ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നത്. തുടക്കം തന്നെ നമ്മൾ ജനിച്ച നമ്മുടെ സ്വന്തം നാട്ടിൽ നമുക്കിതിനുള്ള ഫ്രീഡം ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ഇത്രയും ഒരു പരിതാപകരമായ ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതേപോലെ തന്നെ നിയമങ്ങളും നാട്ടുകാരും. കാരണം ഇങ്ങേര് ഇവിടെ ഫിഷിംഗ് ചെയ്യാൻ ഇറങ്ങിയപ്പോൾ വളരെ ഖേദകരം എന്ന് തന്നെ പറയട്ടെ, അത് തടയുന്നൊരു സിറ്റുവേഷനാണ് അവിടുത്തെ നാട്ടുകാരും പോലീസ് അടക്കം തടഞ്ഞ് ഫിഷിങ് തന്നെ ക്യാൻസൽ ചെയ്യിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ കണ്ടത്. അതും ചെല്ലാനത്താണ് ഈ സംഭവം. കൊമേഴ്ഷ്യൽ രീതിയിൽ അവിടെ ഏരിയയിൽ കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും, ഫിഷിംഗ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ച് പോകുന്ന ടീമുകൾ ഉണ്ടായിരിക്കും. ഓഫ് കോഴ്സ് അതൊക്കെ ശരിയാണ്. പക്ഷേ എന്റർടൈൻമെന്റ് വൈസിൽ അങ്ങേര് ഒരു ഫിഷിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി ആ ഒരു സ്ഥലത്ത് ഇറങ്ങി നോർമലി നാട്ടുകാരൊക്കെ ചേർന്ന് തടയുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലൊന്നല്ല കേട്ടാ. അങ്ങനെയൊക്കെ വെച്ചാൽ ഇതിലൊരു ന്യായമുണ്ട്, ഓക്കെ, സമ്മതിക്കും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതാരുടെയും കുടുംബ സ്വത്തല്ല. എല്ലാവർക്കും, അതായത് കേരളത്തിൽ ഇന്ത്യൻ മണ്ണിൽ ജനിച്ചു വളർന്ന എല്ലാവർക്കും ആ ഒരു അവകാശം ഉണ്ട് എന്നാദ്യം മനസ്സിലാക്കുക. ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഫിഷിങ് ചെയ്തെന്ന് തന്നെ ഇരിക്കട്ടെ, ഈ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ഫിഷ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ ആ കടലിലെ മീനൊന്നും മൊത്തം പിടിച്ചുകൊണ്ട് പോകത്തില്ല. ഒന്നോ രണ്ടോ മീനെന്ന് പിടിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും ഉണ്ടാവും. കാലാകാലങ്ങളായിട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാതെ അവരൊന്നും ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഉണ്ടാക്കില്ല. പിന്നെ മനഃപൂർവ്വം എന്റർടൈൻമെന്റ് ആ പർപ്പസിനൊക്കെ വേണ്ടി കാണുമ്പോൾ ഒരു കണ്ണികടിയുള്ള ടീമില്ലേ, ആ ഒരു ടീമാണ് ഇങ്ങനെയുള്ള പരിപാടി ചെയ്യുള്ളൂ. അല്ലാത്തവരൊന്നും ആരും ചെയ്യില്ല. കാരണം കടലിൽ പോയി ഇങ്ങനെ പണിയെടുത്ത് കുടുംബം നോക്കി ജീവിക്കുന്ന വ്യക്തികൾ, അവർക്ക് അറിയാവുന്ന നിഷ്പക്ഷരായിട്ടുള്ള ആ വ്യക്തികൾ, അവരൊരിക്കലും ഇങ്ങനെ ഇതിനെ എതിർക്കില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഇത് വെച്ച് നോക്കുമ്പോൾ മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ഓരോ നിയമങ്ങൾ, ഇതേപോലെ ഒരു നിയമം ഞാൻ കേട്ടിരുന്നത്, നമ്മൾ ടാക്സ് കൊടുത്ത് മേടിച്ച പ്ലോട്ടിൽ നമ്മൾ ടാക്സും കാര്യങ്ങളൊക്കെ ലീഗലായിട്ട് ഫോളോ അപ്പ് ചെയ്ത് ഉണ്ടാക്കുന്ന വീട്, അത് അടച്ചിട്ടിട്ട് പോലും നമുക്ക് വിദേശത്ത് പോയി നിൽക്കാൻ ഉള്ള അവകാശമില്ല. അതിന് പോലും ടാക്സ് ഈടാക്കുന്ന ഒരു കോണത്തിലെ നിയമമുള്ള സ്റ്റേറ്റാണ് നമ്മുടെ നാട് എന്നാദ്യം മനസ്സിലാക്കുക. ഇത്രയ്ക്ക് ഗതികെട്ട ഒരു ഭരണ സംവിധാനമാണ് നമുക്ക് നിലവിലുള്ളത്. ഒരു ലോജിക്കുമില്ലാത്ത ഒരു നിയമങ്ങൾ തീർച്ചയായും അത് തിരുത്തപ്പെടേണ്ടതാണ്. കാരണം അതായത് നാട്ടുകാരെ എങ്ങനെ ദ്രോഹിക്കാം, നാട്ടുകാരെ എങ്ങനെ പിഴിഞ്ഞ് കാശുണ്ടാക്കാം എന്നാലോചിച്ചുണ്ടാക്കുന്ന നിയമങ്ങൾ മാത്രമാണ് ഇതെന്ന് യാതൊരു സംശയവും ഇല്ലാതെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഒരു ബൈക്കും ഒരു സ്റ്റിക്കർ പോലും ഒട്ടിക്കാൻ പാടില്ല, അതിനൊക്കെ ഫൈനാണ്. ഓക്കെ, എല്ലാം ലീഗലായിട്ടുള്ള നിയമങ്ങൾ ലോജിക്കുള്ളത് വന്നോട്ടെ. പക്ഷെ അതിൻ്റെയൊക്കെ മുന്നോടിയായിട്ട് മറ്റുള്ള രാജ്യങ്ങളിൽ നമുക്ക് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ UAE ഉള്ളത്. ഫെസിലിറ്റീസ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെയുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നത്. നമ്മളെ നാട്ടിൽ നിയമങ്ങളെ ഉള്ളൂ, ഫെസിലിറ്റീസ് ഇല്ല. അതാണ് വാസ്തവം. കാരണം ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡൊന്നും ശരിയാക്കാതെ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഹെൽമെറ്റ് വെക്കണം എന്ന് പറയുന്നത് പോലെ, മനസ്സിലായില്ലേ? സേഫ്റ്റിക്ക് വേണ്ടി ഹെൽമെറ്റ് വെക്കണം, അതൊക്കെ ശരിയാണ്. പുറകിലുള്ള ആളും കൂടി ഹെൽമെറ്റ് വെക്കണം, അതും വേറെ, അതൊക്കെ ശരിയാണ് നമ്മുടെ സേഫ്റ്റിക്ക്. ജനങ്ങൾക്ക് വേണ്ടി ഇത്രയും വലിയ സേഫ്റ്റി ഒക്കെ ഉള്ള റൂളുകൾ ഉണ്ടാക്കുന്ന ആളുകൾ തന്നെ ഉണ്ടാക്കുന്ന റോഡുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ അടുത്തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു വശത്ത് പണി നടക്കുകയാണ്, മറ്റൊരുത്ത് പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനം, മനസ്സിലായില്ലേ? ജനങ്ങളെ എങ്ങനെ ദ്രോഹിക്കാമെന്ന് റിസർച്ച് ചെയ്തുകൊണ്ടുണ്ടാക്കുന്ന നിയമങ്ങളാണ്. കൂടുതൽ ഞാൻ അതിലോട്ട് കടന്നു പോകുന്നില്ല, കാരണം പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇപ്പൊ തൽക്കാലം ഞാൻ ഇതിലോട്ട് തന്നെ തിരിച്ചു വരാം. നിയമങ്ങൾ മാത്രമല്ല, 70% നാട്ടുകാരും ഇതിൽ പ്രശ്നക്കാരാണ്. കാരണം കുറെ കണ്ണികടി ടീമുകളുണ്ട്. അതൊക്കെ ഇനി മാറും. കാരണം ഇപ്പോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നിന്നൊരു ന്യൂ ജനറേഷൻ ഒന്നും നാട്ടിൽ നിൽക്കാനേ താല്പര്യപ്പെടുന്നില്ല. അതിൻ്റെ ഒക്കെ റീസൺ പ്രധാനം ഇതാണ്. നാട്ടിലുള്ള ഇങ്ങനെയുള്ള കുറേ ടീമുകൾ ഒരു ഫ്രീഡത്തോടു കൂടി ഒരു എന്റർടൈൻമെന്റ് നമുക്ക് പോവാനായിട്ടുള്ള സാഹചര്യങ്ങൾ നാട്ടിലില്ല. ആ ഉണ്ടെങ്കിൽ തന്നെ അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ മുടക്കും പ്രശ്നങ്ങളോ ഉണ്ടാക്കാൻ അവിടെ നാട്ടുകാർ തന്നെ ആ പരിസരത്തായിട്ട് കുറച്ച് ടീമുകൾ ഇതിനായിട്ട് നിൽക്കുന്നുണ്ട്. അവർക്ക് വേറെ പണിയൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സ്പിയർ ഗണ്ണൊക്കെ ഉപയോഗിച്ചിട്ട് ഫിഷറിങ്ങിന് പാടില്ല, മീൻ പിടിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള, അതായത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. കാരണം ഈ സ്പിയർ ഗണ്ണും പോയിട്ട് വലയിട്ട് പിടിക്കുന്നതും ഒക്കെ ആയി കഴിഞ്ഞാൽ ഫിഷിനെ പിടിക്കുക തന്നെയാണ്. കാരണം ഈ വലയിട്ട് പിടിക്കുന്ന അത്ര ഒന്നും സ്പിയർ ഗണ്ണായിട്ട് കിട്ടില്ല, 1-2 മീനോ കിട്ടും.
ഈ വലട്ട് പിടിക്കുന്ന അത്രയൊന്നും കിട്ടത്തില്ലല്ലോ. പിന്നെ എന്ത് ലോജിക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഒന്നാമത്തെ ഇതിനൊന്നും ലൈസൻസ് എടുക്കാനുള്ള ഒരു റൂളൊന്നും എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം നിലവിലില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആരെങ്കിലും പറയും. ഞാൻ അന്വേഷിച്ചിടത്തോളം ഇല്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇത് മാത്രമല്ല, ഒരുപാട് ഇതേപോലുള്ള ഈ നമ്മുടെ ടൂറിസ്റ്റ് മേഖലയെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുമൂലമാണ് ഈ നമ്മുടെ നാടിന്റെ വളർച്ച തന്നെ മുരടിച്ചു പോകുന്നത്. നമ്മുടെ നാടിന്റെ വളർച്ചയേക്കാൾ ഉപരി മുൻകാലങ്ങളിലുള്ള അതേ സിറ്റുവേഷനിൽ തുടർന്നു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു പറ്റ ആളുകളും നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ളത് ഒരു വാസ്തവമാണ്. അവർക്ക് ഡെവലപ്മെന്റ് തീരെ ഇഷ്ടമല്ല. കാരണം എഡ്യൂക്കേഷൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. നാടിന്റെ വളർച്ച, എഡ്യൂക്കേഷൻ ഇതൊന്നും ഡെവലപ്മെന്റ് ആവാൻ ആഗ്രഹിക്കാത്ത ആൾക്കാർ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. അത് ആരാന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, തലച്ചോറുണ്ടെങ്കിൽ മനസ്സിലാവും. എന്തെങ്കിലും ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവരുമ്പോൾ അതിനെതിരെ സമരം ചെയ്ത് അതെങ്ങനെ ഇല്ലാണ്ടാക്കാം എന്ന ഒരു കുതന്ത്രവുമായി നടക്കുന്ന ഒരു പറ്റം ടീമുണ്ട്. വളരെ ഖേദകരാണത്. ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന സാഹചര്യം നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. ഇതേപോലുള്ള ആൾക്കാരും നിയമങ്ങളും മൂലം അതിന്റെ വളർച്ച മുരടിച്ചു പോകുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല, അറ്റ്ലീസ്റ്റ് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഞങ്ങൾക്ക് നാട്ടിലൊക്കെ വന്ന് ഒരു എൻജോയ്മെന്റ്, നമ്മുടെ നാടിന്റെ ആ ഒരു സൗന്ദര്യമൊക്കെ ഒന്ന് ആസ്വദിക്കാനായിട്ട് ആഗ്രഹിച്ച് വരുന്ന ഞങ്ങളെപ്പോലെയുള്ള പണിയെടുത്ത് സമാധാനത്തിന് വേണ്ടി നമ്മുടെ നാട്ടിലോട്ട് വരുന്ന ഈ പ്രവാസികളെ എങ്ങനെ ദ്രോഹിക്കാമെന്ന് നോക്കിയിരിക്കുന്ന നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ കേരളത്തിന്റെ ഭൂരിഭാഗം വളർച്ച എന്ന് പറയുന്നത് ഞങ്ങളെപ്പോലെയുള്ള വിദേശികൾ പണിയെടുത്ത് അതിന്റെ ഒരു ശതമാനം കൊണ്ടാണെന്ന് നിങ്ങൾ മറക്കരുത്. അതിനുള്ള ഒരു സഹകരണം ഇല്ലെങ്കിലും വർഷത്തിൽ ഒരിക്കൽ ഇതേപോലെ ഒരു മാസത്തിന് ഒന്ന് സമാധാനത്തിന് വേണ്ടി വരുന്ന ഞങ്ങളെ സഹായിച്ചില്ലെങ്കിലും ദയവ് ചെയ്ത് ദ്രോഹിക്കാതിരിക്കുക എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ.